ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിൽ റിഫൈൻഡ് ഓയിലോ റിഫൈൻഡ് ഷുഗറോ ഇല്ല. കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് അമ്മമാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതും ഇടയ്ക്ക് നമ്മൾ മുതിർന്നവർക്കാണെങ്കിലും ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും സ്നാക്ക് ചെയ്യാൻ തോന്നുവാണെങ്കിൽ പാലൊന്നും വേണ്ട. ഇത് വെറുതെ ഇങ്ങനെ ചിപ്സ് പോലെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് കണ്ടുനോക്കാം. അടിക്കട്ടിയുള്ള ഒരു പാനിലോട്ട് 2 കപ്പ് റോൾഡ് ഓട്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലോട്ട് നമ്മൾ ക്വിക്ക് കുക്കിംഗ് ഓട്സ് ഇട്ട് കൊടുക്കരുത്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ക്വിക്ക് കുക്കിംഗ് ഓട്സിനേലും കുറച്ചും കൂടെ വലിയ സൈസും കുറച്ചും കൂടെ കട്ടിയുള്ളതാണ് റോൾഡ് ഓട്സിന്. ഗുണത്തിൻ്റെ കാര്യത്തിൽ 2 ഓട്സും ഒരേപോലെ ആണെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ബേക്ക് ചെയ്യുമ്പോഴും എപ്പോഴും റോൾഡ് ഓട്സ് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലത്. നമുക്ക് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മാക്സിമം 3 to 4 മിനിറ്റ്സ്, അതിൽ കൂടുതൽ ആവശ്യമില്ല. ഒരുപാട് ഇങ്ങനെ കരിഞ്ഞൊന്നും പോകരുത്, ബ്രൗൺ കളർ ആവർ, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, ഉടനെ തന്നെ നമുക്ക് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. ചൂടായ പാനിലോട്ട് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കോക്കനട്ടിൻ്റെ അകത്ത് ചെറിയൊരു ഈർപ്പുണ്ടല്ലോ, ആ ഈർപ്പം നിങ്ങൾ വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ആ ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മളിത് കൂടുതൽ കാലം പുറത്ത് സൂക്ഷിക്കാനുള്ള ഒരു വിഭവം ആയതുകൊണ്ട് തന്നെ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വരും പെട്ടെന്ന് തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലത്തെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു കരകരാന്നൊരു ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റും. അതേസമയം ഇത് ബ്രൗൺ കളർ ആയിട്ടുമില്ല. ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഇതിന് ബൗളിലോട്ട് മാറ്റാനായിട്ട്. ഉടനെ തന്നെ മാറ്റാൻ ഇതിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇതിലത്തെ സ്വീറ്റ്നെസ്സിനായിട്ട് 200 ഗ്രാം ഓർഗാനിക് ജാഗറി പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ശർക്കരയാണെങ്കിലും കുഴപ്പമില്ല, കട്ട ശർക്കര ഉണ്ടല്ലോ, അത് ചേർത്താലും മതി. 200 ഗ്രാം ചേർത്താൽ മതി. ഇതിനെ ഉരുക്കിയെടുക്കാനായിട്ട് 1/4 കപ്പ് കഷ്ടി, മുഴുവനും എടുക്കുന്നില്ല, 1/4 കപ്പ് കഷ്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ ഉപയോഗിക്കുന്ന ജാഗറി പൗഡറിൽ അങ്ങനെ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ജാഗറിയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉരുക്കി ഉടനെ തന്നെ അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഈ പാനിലിട്ടിട്ട് ബാക്കി പ്രോസസ്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്, ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഒരു നൂൽ പാകം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഉരുകി ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ആ സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സും കോക്കനട്ടും ഇട്ട് കൊടുക്കും. ഒരു ചെറിയ പിടി കാഷ്യൂ നട്ട്സ് 2-3 പീസായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണോ അത് ചേർക്കാം. വാൾനട്ട്സ്, പീക്കാൻ നട്ട്സ്, പീനട്ട്സ്, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അത് നമുക്ക് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സും 1.5 ടേബിൾ സ്പൂൺ പംകിൻ സീഡ്സും ചേർക്കാം. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഷുഗർ, കൊളസ്ട്രോൾ, BP ലെവൽ കൺട്രോൾ ചെയ്യാനും ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യാനും കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടാനും ഒരുപാട് സഹായിക്കുന്നതാണ്. ഇത് സിനമൺ പൗഡർ, പട്ട പൊടിച്ചത് 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. 1/4 ടീസ്പൂൺ വനില എസൻസും ചേർക്കാം. അപ്പോൾ നല്ലൊരു ചോക്ലേറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറും ചേർക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും നല്ല ക്രിസ്പിയും ക്രഞ്ചിയായി കിട്ടാൻ വേണ്ടിയിട്ട് 1.25 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർക്കുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഏറ്റവും ലോയിലാക്കി വേണം വെക്കാനായിട്ട്. ഇതെല്ലാം ചേർക്കുന്ന സമയം കൊണ്ട് ശർക്കര കരിഞ്ഞൊന്നും പോകരുതല്ലോ. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഇളക്കിയെടുക്കാം. ഈ ഇളക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്. എപ്പോഴും ഒരു ലോ ലെവലിൽ തന്നെ ഫ്ലെയിം വെക്കാൻ നോക്കുക. ഇതുപോലെ ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഇതുപോലെ മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇതിനെ നന്നായിട്ട് മിക്സാക്കി ഇപ്പോൾ നല്ലൊരു നനഞ്ഞ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കാം. പക്ഷേ നനവൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ടത് വരും. 25-30 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല മുരിമുരിയുന്ന നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ കണ്ടില്ലേ നല്ല ക്രഞ്ചിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ 99% ഡാർക്ക് ചോക്ലേറ്റ് ആണ് ചേർക്കുന്നത്. അതായത് ഒട്ടും തന്നെ ഷുഗർ ഇല്ല, നല്ല ബിറ്റർ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ചേർക്കുന്നത്. 1 പിടി സീഡ്ലെസ് ഉണക്കമുന്തിരിയാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മഞ്ഞ റേസിൻസ് ആണുള്ളെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ 5-6 മിനിറ്റും കൂടിയിട്ട് സോട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് റെഡിയാവും. നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്ന ആ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കയ്പൊന്നും നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒട്ടും തോന്നില്ല. കാരണം ഈ ചൂടിൽ തന്നെ അത് മെൽറ്റായി പോവും. പിന്നെ നമ്മൾ ശർക്കര ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടും. കഴിക്കുമ്പോൾ ശരിക്കും നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവറാണ് കിട്ടുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് ഗ്രനോള ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതിനെ ഒരു പരന്ന പാത്രത്തിലോട്ട് നമുക്കിതുപോലെ മാറ്റാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ 1 മുതൽ 2 ആഴ്ച വരെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ സൂക്ഷിക്കാം. വലിയ ക്വാണ്ടിറ്റീസ് ചെയ്യാണ്ട് ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇതുപോലെ പാലിലൊഴിച്ച് ജസ്റ്റ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ സാധാരണ കോൺഫ്ലേക്സിലൊക്കെ ചെയ്യുന്ന പോലെ പാലൊഴിക്കാം. പക്ഷെ വേറെ ഷുഗറൊന്നും ചേർക്കണ്ട, കാരണം നമ്മളിതിൽ ചോക്ലേറ്റും ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ശർക്കരയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മധുരം ഉണ്ടാകും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് കുറിക്കാൻ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ തന്നെ പാലൊന്നും ഒഴിക്കണ്ട, വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനും ഭയങ്കര ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ഇനി നമുക്ക് അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.